ശരത് നിയോൺടെക് ഒരു ആപ്പിൾ ഹേറ്റർ, എസ്പെഷ്യലി ഐഫോൺ ഹേറ്റർ. വർഷങ്ങളായി 1 മില്യൺ ആവാൻ കാത്തിരിക്കുന്ന ഒരു യൂട്യൂബർ, ആപ്പിളിനെ കുറ്റം പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബർ, എന്തിന് ഒരു ഐഫോൺ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരു യൂട്യൂബർ. ഈ അടുത്തായിട്ട് ഇങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സിൽ പല ആപ്പിൾ ഫാൻസിന്റെയും സംസാരം. ഈ പറഞ്ഞതെന്നല്ല, എനിക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. അത് പറയും മുന്നേ എനിക്ക് നിങ്ങളോട് ജെനുവിനായിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കാണുന്ന പ്രേക്ഷകരിൽ എത്ര പേരാണ് പണ്ട് തൊട്ടേ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നവർ? കാരണം അവർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൺലി ദോസ് ലെജൻഡ്സ് നോ ഹൗ ബിഗ് ആൻ ഐഫോൺ ലവർ ഐ വാസ്. കരുത്തുറ്റ ഐഫോൺ 12 റിവ്യൂ. ഡിയർ ഹേറ്റേഴ്സ്, എനിക്ക് ഐഫോൺ ഇഷ്ടമാണ്. വൈ ആൻഡ്രോയിഡ് ഇസ് ലോവർ ദാൻ ഐഫോൺ? തിങ്സ് ഓൺലി ഐഫോൺ ക്യാൻ ഡു. വൈ ആപ്പിൾ ഇസ് വിന്നിംഗ് ഇൻ ഇന്ത്യ? iOS 18 ഐഫോൺ വേറെ ലെവൽ. എന്നിങ്ങനെ ഇഷ്ടം പോലെ ഐഫോണിനെ പാരാട്ടിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ കാലക്രമേണ ഓഡിയൻസിന്റെ ഇടയിൽ ഞാൻ ഒരു ഐഫോൺ ഹേറ്ററായി. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഐഫോൺ ആയിരുന്നു ഐഫോൺ 8. അധികം മുന്നേ ഒന്നല്ല, 2020 ഞാൻ പോയി ഐഫോൺ 8 എടുത്തത്. 2021 അത് പല കാരണങ്ങൾ കൊണ്ടും ഒഴിവാക്കി അന്നത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഐഫോൺ 12 മേടിച്ചു. അങ്ങനെ ഏകദേശം 3 കൊല്ലം എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഐഫോൺ 12 ഉപയോഗിച്ച ശേഷം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടു, ഞാൻ ഐഫോൺ മതിയാക്കി എന്ന്. ആൻഡ് ആ വീഡിയോയിൽ ഞാൻ കുറച്ച് റീസൺസ് പറഞ്ഞിരുന്നു. ആ വീഡിയോ ഇടുന്നതിന് മുന്നേ വരെ ഞാൻ ആക്ച്വലി ഒരു ബ്ലൈൻഡ് ഐഫോൺ ഫാൻ ബോയ് ആയിരുന്നു. ആദ്യം ഞാൻ ഐഫോൺ മേടിച്ചു, അതിനുശേഷം ആപ്പിൾ വാച്ച് മേടിച്ചു, പിന്നീട് ഒരു എയർപോർട്സ് പ്രോ മേടിച്ചു, ആൻഡ് ഒരു മാക്ബുക്ക് മേടിച്ചു. സോ ഒരു കംപ്ലീറ്റ് ആപ്പിൾ ഈക്കോ സിസ്റ്റത്തിൽ തന്നെയായിരുന്നു ഞാൻ. ആൻഡ് എത്ര പേർക്ക് എന്നെ പേഴ്സണലി അറിയാമെന്നറിയില്ല, എന്നോട് അന്നേ ദിവസം ഒരു ഫോൺ മേടിക്കാനായിട്ട് സജഷൻ ചോദിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്നും ഏറ്റവും ആദ്യം വരുന്നത്, ബ്രോ പോയി ഒരു ഐഫോൺ എടുക്ക്. ഇത്രയും അധികം ഹാർഡ് കോർ ആയ ഒരു ആപ്പിൾ ഫാൻ ബോയ്, ഒരു ഐഫോൺ യൂസർ ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു ഫോണിലേക്ക് മാറാനായിട്ട് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഞാൻ ഈ ഒരു ഈക്കോ സിസ്റ്റത്തിൽ നിന്നും പുറത്തു വന്നു, എന്താണ് എന്നെ പുറത്ത് കൊണ്ടുവരാനായിട്ട് കാരണം, ആൻഡ് എന്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ തിരിച്ച് ആ ഒരു ഈക്കോ സിസ്റ്റത്തിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഇതിന് തുടക്കം കുറിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാംസങ് ഗാലക്സി S22 Plus എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ആണ്. യെസ്, ആൻഡ്രോയിഡിലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ. കാരണം അന്ന് വരെ ഞാൻ ഉപയോഗിച്ച ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളെല്ലാം ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകൾ ആയതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ ഐഫോൺ ഉപയോഗിച്ച ശേഷം എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും വൻ ലാഗാണ്, എല്ലാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലെ ക്യാമറകളും വൻ ബോറാണ്. അതുകൊണ്ട് തന്നെ ഐഫോണുകളെ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനും വെല്ലാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി. S22 Plus ഒരിക്കലും എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഒരിക്കൽ ഒരാൾ ഐഫോൺ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ആൻഡ്രോയിഡിലേക്ക് മാറുന്നത്, എസ്പെഷ്യലി ഡേറ്റയും കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. സോ ഞാൻ എൻ്റെ സെക്കൻഡറി ഫോണായിട്ട് S22 Plus ഏകദേശം 1 കൊല്ലത്തോളം കൊണ്ടു നടന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഐഫോണുകളുടെ അത്രയും തന്നെ ലെവലിൽ ആൻഡ്രോയിഡ് ഫോണുകളും എത്തിപ്പെട്ടു എന്നുള്ളത്. എങ്കിൽ പോലും ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് ആയിരുന്നില്ല ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിലേക്ക് മാറാനായിട്ട്. അങ്ങനെ 2023 അന്ന് നമ്മൾക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എനിക്ക് ഉപയോഗിച്ച് നോക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഞാൻ S22 Plus ഒഴിവാക്കിയിട്ട് അന്നത്തെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി S23 Ultra എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിലേക്ക് ഞാൻ മാറി. ഏകദേശം 3 കൊല്ലമായി ഐഫോൺ 12 ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഐഫോൺ 12 വന്നു തുടങ്ങി. എസ്പെഷ്യലി അതിന്റെ പരിതാപകരമായ ബാറ്ററി ലൈഫ്. വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ഫുൾ ചാർജ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഊബറോ ഓലയോ പിടിച്ച് ഒന്നൊരു മാപ്പ് ഇട്ട് നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രാത്രി തിരിച്ച് വീട്ടിലെത്തിപ്പെടാൻ ഊബർ ബുക്ക് ചെയ്യാനുള്ള ബാറ്ററി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നെത്തിപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു, ഫൈൻ, ഇനി നമ്മൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിലേക്ക് മാറി നോക്കാമെന്ന്. ഏകദേശം 1 മാസം ഞാൻ ആൻഡ്രോയിഡിലെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ അന്നുള്ള S23 Ultra യൂസ് ചെയ്ത ശേഷം അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ് ചെയ്യുന്നതെന്ന്. അന്ന് ഞാൻ ഇട്ടിരുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതിനകത്ത് ഞാൻ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഫിംഗർ പ്രിന്റും ഫേസ് അൺലോക്കും കൂടെ ചേർന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫേസ് ID മാത്രമുള്ള ഒരു ഐഫോൺ ഉപയോഗിക്കുന്നതിന്റെ പോരായ്മകൾ മനസ്സിലാവും. പല സമയങ്ങളിലും ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഹെൽമെറ്റ് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഊരണം. ജസ്റ്റ് സമയം നോക്കാൻ വേണ്ടി ഞാനൊന്ന് ഫോണിന്റെ സ്ക്രീൻ ഓൺ ആക്കി സമയം നോക്കി ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ അൺലോക്ക്ഡ് ആണ്, വേറൊരുത്തിന് വന്ന് അത് ഓപ്പൺ ചെയ്യാം. ആൻഡ് കണ്ണ് ഓപ്പൺ ആയിരിക്കുമ്പോൾ മാത്രമേ ഫോൺ അൺലോക്ക് ആവുള്ളൂ. സോ രാവിലെയൊക്കെ എണീറ്റ് ഫോൺ ഇങ്ങനെ എടുക്കുമ്പോൾ എടുത്ത് ഫിംഗർ പ്രിന്റ് വെക്കുന്ന ആ ഒരു സുഖം കണ്ണ് തുറന്ന് ഫേസ് ID വെച്ച് ഫോൺ അൺലോക്ക് ആക്കുന്നതിൽ കിട്ടില്ല. ആൻഡ് ഒരു ദിവസം 5-6 പ്രാവശ്യം ഫേസ് അൺലോക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളോട് പിന്നടിക്കാൻ ചോദിക്കും. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പോക്കറ്റിൽ നിന്ന് ഒരാളെടുത്ത് ഫോൺ വിളിക്കണമെങ്കിൽ പോക്കറ്റിൽ കൈയിടുന്ന സമയത്ത് തന്നെ നമ്മൾക്കറിയാം ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ഇവിടെ ഉണ്ടെന്ന്. ഫോൺ എടുക്കുമ്പോൾ തന്നെ വിരലവിടെ വെച്ച് അൺലോക്ക് ആയി ഡയറക്റ്റ് ഫോണിൽ പോകുന്നത്. ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്ത് ഫോണിലേക്ക് നോക്കി നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്ത്
അൺലോക്ക് ആയ ശേഷം കോൾ ആപ്പിനകത്തേക്ക് പോകുന്നതും കേൾക്കുമ്പോൾ എക്സാജറേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും റിയൽ ലൈഫിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കി. ആൻഡ് അന്ന് കാലത്ത് പല ബാങ്കിങ് ആപ്ലിക്കേഷൻസും ഈ ഒരു ഫേസ് ID സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിർബന്ധമായും പിന്നടിച്ചേ പറ്റുള്ളൂ. ആൻഡ് ഫോണിൽ സിനിമകൾ കാണുന്ന സമയത്തുള്ള ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ്, ഫുൾ സ്ക്രീനിലേക്ക് ആക്കുന്ന സമയത്ത് സൈഡിൽ കണ്ടിരുന്ന ആ ഒരു നോച്ച് എത്രത്തോളം അനോയിങ് ആയിരുന്നു, എത്രത്തോളം കാര്യങ്ങളാണ് മിസ് ചെയ്തത്, ഗെയിം കളിക്കുമ്പോൾ നോച്ച് അവിടെയുള്ള എത്രത്തോളം കാര്യങ്ങളാണ് കവർ ആക്കിയിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്യാനും പറ്റി. അതിലുപരി iPhone 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മെച്ചപ്പെട്ട ബാറ്ററി ആയിരുന്നു S23 Ultra എന്ന് പറഞ്ഞ ഫോണിന് എന്നുള്ളതുകൊണ്ട് ബാറ്ററി ലൈഫിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ ആ ദിവസം മുഴുവനും അടിക്കേണ്ടിയേ വരുന്നില്ല എന്നുള്ള കാര്യങ്ങളും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇതിലെല്ലാം ഉപരി ഐഫോണിൽ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ സ്റ്റോറേജിന്റെ പ്രശ്നം. പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫയൽ സിസ്റ്റം ഐഫോണിൽ ഇല്ല എന്നുള്ളതുകൊണ്ട് ഓരോ ആപ്ലിക്കേഷനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആയതുകൊണ്ട് വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഒരു ഫോട്ടോനെ നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനെ സേവ് ടു ഫയൽസ് കൊടുത്ത് പിന്നീട് സേവ് ടു ഫയൽസിൽ നിന്നും അതിനെ വീണ്ടും എടുത്ത് ഡോക്യുമെന്റ് ആയിട്ട് അയക്കുന്നതും പല ഓഡിയോ ഫയൽസും വാട്സാപ്പിൽ വരുന്ന സമയത്ത് അത് നമ്മൾക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്ത് ഫയൽസിലേക്ക് സേവ് ചെയ്യുന്ന സമയം പലതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ക്രിയേറ്റ് ആവുകയും ഒട്ടനവധി സ്പേസ് എടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിലെല്ലാം ഉപരി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷന്റെ സൈസ് ആൻഡ്രോയിഡ് ഫോണിനേക്കാളും എത്രയോ മടങ്ങ് വലുതായിരുന്നു ഐഫോണിൽ. ആൻഡ് ഒരു കമ്പ്യൂട്ടറിൽ കുത്തി ഡൗൺലോഡ് ചെയ്ത ഫയലുകളെല്ലാം കോപ്പി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഐട്യൂൺസ് ആപ്ലിക്കേഷന്റെ സഹായം വേണ്ടി വന്നു. ആൻഡ് അവിടെയും ആൻഡ്രോയിഡിലെ പോലെ ഡയറക്റ്റ് സ്റ്റോറേജിലല്ല ആക്സസ് വരുന്നത്. ഓരോ ആപ്ലിക്കേഷനും ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സെപ്പറേറ്റ് സ്റ്റോറേജുകളിൽ പോയി കോപ്പി പേസ്റ്റ് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഫയൽ സിസ്റ്റം വാസ് എ കംപ്ലീറ്റ് മെസ്. ആൻഡ് ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ വിത്ത് മീഡിയ ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 3-4 GB വരെയും കുഴപ്പമുണ്ടായില്ല. പക്ഷേ 4-5 GB മുകളിൽ പോയപ്പോൾ ഐഫോണുകളിലെ വാട്സാപ്പിൽ നിങ്ങൾക്ക് iCloud ആണ് ഇൻറ്റഗ്രേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് iCloud 5 GB വരെ ഫ്രീ ആയിട്ട് തരുള്ളൂ എന്നുള്ളതുകൊണ്ട് 5 GB മുകളിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. ആൻഡ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 GB വരെ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ബാക്കപ്പ് എടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഫീച്ചർ ആയിരുന്നു എനിക്ക്. ആൻഡ് ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫയൽസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ പോലും ഐഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഡൗൺലോഡ് ആവും. ഫോൺ ഒന്ന് ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് അവിടെ പോസ് ആവുകയോ സ്റ്റോപ്പ് ആവുകയോ ചെയ്യും. ഓൾറെഡി ടെലഗ്രാമിൻ്റെ ഡൗൺലോഡ് സ്പീഡ്സ് സ്ലോ ആക്കിയത് കൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കമ്പയർഡ് ടു ആൻഡ്രോയിഡ് ഫോണുകളിൽ. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആയിക്കോളും. നമ്മൾ പിന്നീട് അവിടെ പോയി നോക്കുമ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലെ അൺറിലയബിൾ അല്ല. ആൻഡ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള സ്ഥിതിക്ക് ഞാൻ പല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പലരിൽ നിന്നും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ എനിക്ക് ഇതിലുള്ള നോട്ടിഫിക്കേഷൻ പാനൽ വളരെയധികം മെസ്ഡ് അപ്പ് ആയിട്ട് തോന്നി. ആൻഡ് എക്സ് ബട്ടൺ അറിയാതെ ഞെക്കി കഴിഞ്ഞാൽ ഫുൾ നോട്ടിഫിക്കേഷൻസും ക്ലിയർ ആവും. എനിക്ക് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി അയച്ചതിൻ്റെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഫീച്ചർ എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെയധികം മിസ്സായി. ആൻഡ് പലരും ഇപ്പോഴും ആൻഡ്രോയിഡ് ഹാങ് ആവുന്ന ഒരു സിസ്റ്റമാണ്, ഐഫോൺസ് ഭയങ്കര സ്മൂത്ത് ആണ് എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഐഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് മൾട്ടിപ്പിൾ ആപ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമ്മളെ വോൺ ചെയ്യാതെ ക്യാഷ് മെമ്മറി ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്റ് സ്ക്രീനിൻ്റെ നടുവിലൊരു ബഫറിംഗ് പോലെ സിമ്പിൾ വന്ന് ഫോണൊന്ന് ഓഫായി തിരിച്ച് ലോക്ക് സ്ക്രീനിലേക്ക് വരികയും നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ സാധനം പോവുകയും ചെയ്യുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് വരും. ആൻഡ് യെസ്, ഐഫോൺസ് ഡു ഹാങ്. ആൻഡ്രോയിഡ് ഫോൺസ് ഹാങ് ആവും എന്ന് പറഞ്ഞുള്ള ചിന്ത മാത്രമല്ല, ഐഫോണുകളും നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല സമയത്തും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഫോൺ ഹാങ് ആവുകയും ജസ്റ്റ് പെട്ടെന്നൊന്ന് റീബൂട്ട് ആവുകയും ചെയ്യും. ആൻഡ് അഗെയിൻ ആൻഡ്രോയിഡ് ഫോൺസ് ഹാങ് ആവുന്ന ഫോൺസ് എന്നൊരിക്കലും ഒരു ഫ്ലാഗ്ഷിപ്പ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചവർ പറയില്ല. അതിലുപരി പല സമയത്തും ഒരു ബ്രൗസറിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നോട്ട്സ് എനിക്ക് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ നോട്ട്സ്, താഴെ ബ്രൗസർ, മുകളിലൊരു ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് കാൽക്കുലേറ്റർ എന്നിങ്ങനെയുള്ള മൾട്ടി ടാസ്കിങ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ പ്രൊഡക്ടിവിറ്റിനെ നല്ലപോലെ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്, വിച്ച് ഐ കനോട്ട് ഡു ഇൻ ഐഫോൺ. ആൻഡ് ആപ്ലിക്കേഷൻസിൽ പലതും ഫ്രീ ആയിട്ടുള്ളത് ഐഫോണുകളിൽ പെയ്ഡ് ആണ്. ഈവൻ ഐഫോൺസിലും ആൻഡ്രോയിഡിലുമുള്ള ഒരേ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഐഫോൺസിലെ കോസ്റ്റ് ആൻഡ്രോയിഡിനെക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. ഇനി ആൻഡ്രോയിഡിലും ഐഫോണിലും നിങ്ങൾക്ക് NFC ഫീച്ചർ കിട്ടുന്നുണ്ടെങ്കിലും ഗൂഗിൾ പേ പോലത്തെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാർഡ് ആഡ് ചെയ്ത് ടാപ്പ് ആൻഡ് പേ ചെയ്യണമെങ്കിൽ അത് ആൻഡ്രോയിഡ് ഫോൺസിൽ മാത്രമേ പറ്റുള്ളൂ. ഐഫോൺസിൽ നിങ്ങൾക്ക് ആപ്പിൾ പേ ആണ് ഈ ഒരു ടാപ്പ് ആൻഡ് പേ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ അവർക്ക് ഓതറൈസേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് കാർഡ് ആഡ് ചെയ്ത് ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് പറ്റില്ല. സോ വീട്ടിൽ നിങ്ങൾ വാളറ്റ് മറന്നു വെച്ചു, നിങ്ങളുടെ അടുത്ത് ഇൻ്റർനെറ്റ് ഇല്ല എങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസ് ജസ്റ്റ് ടാപ്പ് ചെയ്ത് പേ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഐഫോണിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിലെല്ലാം ഉപരി ഈസിം ആക്കിയ സമയത്ത് എനിക്കുണ്ടായ റേഞ്ചിൻ്റെ ഇഷ്യൂസ്, കൂടാതെ ഇതിൻ്റെ ഡയലർ ആപ്പിലുള്ള കോൾ ലോഗും, ഇതിനകത്ത് നോർമൽ കോൾസ് മാത്രമല്ല വാട്സ്ആപ്പ് കോൾ, ടീംസ് കോൾ, ഗൂഗിൾ മീറ്റ് എന്നിങ്ങനെ സകലമാന കോളുകളുടെ ഒരു അവിയൽ പരമായിട്ടുള്ള കോൾ ലോഗാണ്. 100 കോൾ ലോഗ് ഹിസ്റ്ററിന് കൂടുതൽ സേവും ആവില്ല എന്നുള്ളതുകൊണ്ട്
ടോട്ടലി നമ്മൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ആ സമയത്ത് കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ടായില്ല, വിച്ച് വാസ് അവൈലബിൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദി ആൻഡ്രോയിഡ് ഫോൺസ്. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത കോൾ റെക്കോർഡിംഗ് കിട്ടുമായിരുന്നു. എന്നിങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഐഫോണിലേക്ക് പിന്നീട് മാറാൻ കൺവിൻസ്ഡ് ആയില്ല. എന്നിട്ട് പോലും ഐഫോൺ 12 ഒഴിവാക്കിയപ്പോൾ അന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ 15 പ്ലസ് ഞാൻ വാങ്ങിയായിരുന്നു. ലൈറ്റ്നിങ് പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം 12 ഉണ്ടായത് ഐഫോൺ 15 സോൾവ് ആക്കി എന്നുള്ളതും ബാറ്ററി ലൈഫ് വളരെയധികം അടിപൊളിയായിട്ട് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതല്ലാതെ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളുടെ ഒന്നും ഒരു സൊല്യൂഷൻ ആ ഒരു ഫോണിൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും അന്ന് പല ആൾക്കാരും പറഞ്ഞു, ബ്രോ നിങ്ങൾ ഇപ്പോഴും ഒരു ഫ്ലാഗ്ഷിപ്പ് ഐഫോണിലേക്ക് വന്നിട്ടില്ല, ഇപ്പോഴും പ്ലസ് അല്ലെങ്കിൽ നോർമൽ സീരീസിലാണ്, ഒരു പ്രോ മോഡൽ ഫോൺ എടുക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഫൈനലി ഐഫോൺ 16 പ്രോ എടുത്തു. ഐഫോൺ 16 പ്രോയുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള S25 അൾട്രയുടെ സെയിം പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് S Penനകത്ത് ബ്ലൂടൂത്ത് ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്ന ആൾക്കാർ ഭൂരിഭാഗം ആപ്പിൾ ഫാൻസ് അതിലുണ്ട്. അവർക്ക് S Pen എന്ന് പറഞ്ഞ ഫീച്ചർ പോലും ഇല്ല. ആൻഡ് ഐഫോൺസ് ആണ് ഏറ്റവും സ്മൂത്തസ്റ്റ് ഫോൺ എന്നിപ്പോഴും വിചാരിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ പോയിട്ട് ഓപ്പോന്റെ ഫൈൻഡ് X8ഓ ഫൈൻഡ് X8 പ്രോയോ അല്ലെങ്കിൽ OnePlus 13ഓ IQ13ഓ Vivo X200 പ്രോയോ അല്ലെങ്കിൽ One UI 7ഓ ഉള്ള ആൻഡ്രോയിഡ് ഫോണുകൾ നിങ്ങളൊന്ന് ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്മൂത്ത് ആണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് കമ്പയർഡ് ടു ഐഫോൺസ് എന്ന്. സോ ഇൻ എവറി ആസ്പെക്ട് ഇന്നേ ദിവസം നിങ്ങൾ നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ്സ് ആർ ഫാർ അഹെഡ് ഇൻ കോമ്പറ്റീഷൻ കമ്പയർഡ് ടു ഐഫോൺ. ആൻഡ് ഞാൻ എൻ്റെ ആപ്പിൾ വാച്ച് ഉപയോഗം നിർത്തി. കാരണം ആപ്പിൾ വാച്ചിൻ്റെ ബാറ്ററി ലൈഫും കാലക്രമേണ പരിതാപകരമായി വന്നു. ആൻഡ് ആപ്പിൾ വാച്ച് ഐഫോണിൻ്റെ കൂടെ മാത്രമേ പെയർ ആവുള്ളൂ, ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ കൂടെ അത് പെയർ ആവില്ല. ആൻഡ് എയർപോഡ്സും മാക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അതിനൊരു ഐഫോണിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എയർപോഡ്സ് ആൻഡ് മാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ഐഫോൺ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ആപ്പിൾ കെയർ പ്ലസ് എന്ന് പറയുന്ന സാധനം എടുക്കണം. ഇതിന് ഏകദേശം 20,000 രൂപ കൊടുത്താണ് നിങ്ങൾ 2 കൊല്ലത്തെ ആപ്പിൾ കെയർ പ്ലസ് എടുക്കേണ്ടത്. അത് എടുത്തില്ലെങ്കിൽ എന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ഇക്കൊല്ലത്തെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേഷനാണ് ഈ സാധനം, ക്യാമറ കൺട്രോൾ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏത് കേസ് നിങ്ങൾ മേടിച്ചിട്ടാലും ഒട്ടുമിക്ക കേസുകളിലൊക്കെ ഈ ക്യാമറ കൺട്രോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. വിച്ച് മീൻസ് അത് പ്രസ് ചെയ്ത് തൊടാനൊക്കെ ആയിട്ട് കവർ ചെയ്താൽ റെഡി ആവില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ ക്യാമറ കൺട്രോൾ ബട്ടൺ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞാൽ അത് അതർ ഡാമേജ് എന്നുള്ള രീതിക്കാണ് വരുന്നത്. ആപ്പിൾ കെയർ പ്ലസ് ഇല്ലെങ്കിൽ അതർ ഡാമേജിന് ഏകദേശം 75,000 രൂപയോളമാണ് സൈറ്റിൽ കിടക്കുന്നത്. വിച്ച് മീൻസ് ഒരു ബട്ടൺ നിങ്ങൾ മാൽ ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ പോകണമെങ്കിൽ ഏകദേശം ഒരു പുതിയ ഫോണിൻ്റെ വില കൊടുക്കേണ്ടി വരും. സോ ആസ് എ ടെക് ഇൻഫ്ലുവൻസർ ഞാൻ എൻ്റെ ഒരു പ്രൈമറി ഡിവൈസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഫോണുകളുടെ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിൽ ഞാൻ എന്തൊക്കെയാണ് ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇടും. എന്നിട്ട് ഈ പുതിയ 2 ഫോണുകൾ എടുത്തിട്ട് ആ ലിസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ 2 ഫോൺസിലും ചെയ്യാനായിട്ട് പറ്റുമോ, ഇതിൽ ഏത് ഫോൺ ഞാൻ ചൂസ് ചെയ്താലായിരിക്കും ആ ലിസ്റ്റിലുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ആൻഡ് ആ ലിസ്റ്റിനേക്കാളും കൂടുതലായി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നും കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് എന്നുള്ള ലിസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും എന്തൊക്കെയാണ് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഐഫോണിലേക്ക് ഡയറക്റ്റ് ചാടാനായിട്ട് പറ്റില്ല. പക്ഷേ ഇൻ ദ എൻഡ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ചാനലിനെ പറ്റി വന്ന കുറച്ച് കമൻറ്റുകളില്ലേ, ലൈക്ക് ഞാനൊരു ആപ്പിൾ ഹേറ്റർ ആണ്, ഐഫോൺ യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്. ബേസിക്കലി ഇപ്പോൾ നിങ്ങളൊരു പുതിയ ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഒരു ഓപ്പോ ഫൈൻഡ് X8 പ്രോ അല്ലെങ്കിൽ Vivo X200 പ്രോ, സാംസങ് S25 അൾട്ര അല്ലെങ്കിൽ OnePlus 13 ഇതൊക്കെ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത്, ഓ ബ്രോ ഇത് പുതിയ OnePlus 13 അല്ലേ, ഇത് S25 അൾട്ര അല്ലേ, ഇത് ഓപ്പോ ഫൈൻഡ് X8 പ്രോ അല്ലേ, ഇത് Vivo X200 പ്രോ അല്ലേ എന്നൊരു മനുഷ്യനും ചോദിക്കില്ല. പക്ഷേ നിങ്ങളൊരു ഐഫോൺ വാങ്ങിച്ചോ, അത് ഏത് സീരീസും ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ ഒരു ആപ്പിൾ ലോഗോ കാണുന്ന രീതിക്ക് നിങ്ങൾ ഇങ്ങനെ ഫോൺ എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാണുമ്പോൾ നീ പുതിയ ഐഫോൺ എടുത്തോ എന്ന് ഇൻസ്റ്റന്റ്ലി നിങ്ങളോട് ചോദിക്കും. വിച്ച് മീൻസ് നിങ്ങൾ പൈസ കൊടുത്ത ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങുന്നത് ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയല്ല, മറിച്ച് ആ ഒരു സമൂഹത്തിലുള്ള ഒരു സ്റ്റേറ്റസ് സിമ്പൽ അല്ലെങ്കിൽ ഒരു ലക്ഷറി ജുവല്ലറി അല്ലെങ്കിൽ ലക്ഷറി പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ചിന്താഗതിക്ക് വേണ്ടിയായിട്ടാണ് ഇപ്പോഴത്തേക്ക് എനിക്കത് തോന്നുന്നത്. സോ ഐ ഫീൽ ഐഫോൺ ഇസ് മോർ ഓഫ് എ ലക്ഷറി ആക്സസറി അല്ലെങ്കിൽ ലക്ഷറി പ്രോഡക്റ്റ് റാദർ ദാൻ എ പ്രൊഡക്ടിവിറ്റി സ്മാർട്ട് ഫോൺ.